ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നിൽക്കുന്നത് നിക്കോ വില്യംസിന്റെ ബാഴ്സലോണ പ്രവേശനമാണ്. ബാഴ്സലോണ കീനാണ് നിക്കോയെ ഇത്തവണ എന്തായാലും കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. റഫീനി ഓൾറെഡി നിക്കോയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പിന്നെ അതുകൂടാതെ ലമീൻ യമാലാണെങ്കിൽ ഏത് അവസരത്തിലും നിക്കോയെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്കോയ്ക്ക് വലിയ താല്പര്യമുണ്ട്. ഇത്തവണ എന്തായാലും ബാഴ്സലോണയിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് നിക്കോ ബാഴ്സലോണ മുന്നോട്ട് വെച്ച സാലറി ഒക്കെ അംഗീകരിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പം ഡെക്കോയും നിക്കോ വില്യംസിന്റെ ഏജന്റും തമ്മിലുള്ള ഒരു മീറ്റപ്പ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഫുട്ബോൾ ലോകത്തെ വിദഗ്ധരൊക്കെ പ്രതീക്ഷിക്കുന്നത്. നിക്കോ വില്യംസ് വരികയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ടീമായിട്ട് ബാഴ്സലോണ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ഭാഗത്ത് ലമീൻ യമാലും മറ്റൊരു ഭാഗത്ത് നിക്കോയും കൂടെ ചേരുമ്പോൾ അതൊരു വേറെ ലെവലിൽ തന്നെ ബാഴ്സലോണയ്ക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നൽകുന്നത്. പിന്നെ മറ്റ് ട്രാൻസ്ഫർ വാർത്തകളും വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിവർപൂൾ ഫ്ലോറിയാൻ വിറ്റ്സിന്റെ ആ ഒരു ഡീല്, ഇത്രയും കോസ്റ്റ്ലി ആയുള്ള ഡീല്, ക്ലബ് റെക്കോർഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഡീല് ഓൾറെഡി ഫൈനലൈസ് ചെയ്തു. ഇനിയിപ്പോൾ മെഡിക്കലൊക്കെ ബാക്കിയുള്ളൂ. വിറ്റ്സ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു ഗോൾ സ്കോറർ എന്നുള്ള രീതിയിലും ഒരു അസിസ്റ്റ് പ്രൊവൈഡർ എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്ലേ മേക്കർ എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിലൊക്കെ ഒരു മൾട്ടി ടാലന്റഡ് ആയുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഫ്ലോറിയാൻ വിറ്റ്സ്. അപ്പം വിറ്റ്സ് ഇത്രയും പൈസ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും അത് ഒന്നും കാണാതെ അർനെ സ്ലോട്ടും ലിവർപൂൾ മാനേജ്മെന്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. പൊതുവെ അത്ര ഒരു എക്സ്പെൻസീവ് ആയുള്ള ഡീലുകൾക്കൊന്നും പോകാത്ത ലിവർപൂൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നാണ് എല്ലാവരുടെയും ഒരു കണക്കുകൂട്ടൽ. പിന്നെ കെർക്കസിന്റെ ഡീലും അധികം വൈകാതെ ഫൈനലൈസ് ചെയ്യുമെന്നാണ് ഫാബ്രീസിയോ റൊമാനോ ഒക്കെ പറയുന്നത്. അപ്പൊ കെർക്കസ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ മെയിൻ പ്ലെയറായ ആൻഡി റോബർട്ട്സൺ ഇങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ആൻഡി റോബർട്ട്സിന് വേണ്ടി വലിയ ഡിമാൻഡൊക്കെ ഉണ്ട്. ലിവർപൂൾ നിലനിർത്തുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വേറെ ആരെങ്കിലും സ്വന്തമാക്കുമോ എന്നാണ് അറിയാനുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് വലിയ പ്രിഫറൻസോടെ ആൻഡി റോബർട്ട്സിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തിയോ ഹെർണാണ്ടസ് ഉണ്ടെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ആൻഡി റോബർട്ട്സനാണ്. പക്ഷേ നല്ല ഒരു തുക ലിവർപൂൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ലിവർപൂളിന്റെ ഡിസിഷൻ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. പിന്നെ കേൾക്കുന്ന ലിവർപൂളുമായി ബന്ധപ്പെട്ട് രണ്ട് പ്ലേയേഴ്സിന്റെ സെയിലാണ്. അപ്പോൾ ഡാർവിൻ ന്യൂനസിനെയും പിന്നെ ഫെഡറിക്കോ കിയേസയും ലിവർപൂൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും എക്കിറ്റിക്കയെ താല്പര്യമുണ്ട്. അപ്പം എക്കിറ്റിക്കയ്ക്ക് ഒക്കെ അവർക്ക് സൈൻ ചെയ്യണമെങ്കിൽ ഇനി ഇവരുടെ ഒരു സെയിൽ കൂടെ നടക്കേണ്ടതുണ്ട്. അപ്പം ഈ രണ്ട് പ്ലേയേഴ്സും, ഇപ്പം കിയേസ ആണെങ്കിലും ഡാർവിൻ ന്യൂനസ് ആണെങ്കിലും, ഇവർ രണ്ടുപേരെയും നാപ്പോളിക്ക് താല്പര്യമുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. നാപ്പോളി ഇപ്പം മാക്സിമം ബജറ്റൊക്കെ സെറ്റാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്റോണിയോ കോണ്ടയുടെ ആ ഒരു ബജറ്റ് എലോക്കേഷൻ, കോണ്ടെ ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റ് എലൊക്കേഷനൊക്കെ ഇപ്പം മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഡിബ്രൂയിനെ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഈ രണ്ട് താരങ്ങളെയും ഡാർവിൻ ന്യൂനസിനെയും ഫെഡറിക്കോ കിയേസയും നാപ്പോളിക്ക് താല്പര്യമുണ്ടെന്നുള്ള വാർത്തകൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. മറ്റ് ക്ലബ്ബുകൾക്കും ഇറ്റാലിയൻ ക്ലബ്ബുകൾക്കും കിയേസയിലൊക്കെ താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് മിലാനൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഡീല് വർക്കൗട്ട് ആവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും.